ഹലോ ആൾ. നമ്മളിന്ന് ഇഗ്നോ MA ഹിസ്റ്ററിയുടെ MHI ട്രിപ്പിൾ എന്ന കോഡിലുള്ള പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ ടു അർബൻ ഹിസ്റ്ററിയുടെ എന്ന യൂണിറ്റ് ആണ് എടുക്കുന്നത്. ആ യൂണിറ്റിന്റെ തന്നെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ പേപ്പറിൽ അർബനൈസേഷൻ ഇൻ ഇന്ത്യ സെക്കൻഡ് എന്ന പേപ്പറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1300 മുതൽ 1950 വരെയുള്ള പീരീഡിനകത്തുള്ള നഗരവൽക്കരണത്തെ കുറിച്ചാണ്. ഈ യൂണിറ്റ് 1 പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ തിയറികളെ കുറിച്ചാണ്. മെഡീവൽ പീരീഡ്, എസ്പെഷ്യലി മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന നഗരങ്ങൾ എങ്ങനെയായിരുന്നു ലോകത്ത് ഉണ്ടായിരുന്നത്, അതിനെക്കുറിച്ച് ഹിസ്റ്റോറിയൻസിന് എന്തൊക്കെ അഭിപ്രായങ്ങളാണ്, എങ്ങനെയൊക്കെയായിരുന്നു നഗരങ്ങളെ കുറിച്ചുള്ള, സിറ്റീസിനെ കുറിച്ചുള്ള, അർബൻ സെന്റേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഇത്രയും കാലമായി ചരിത്രത്തിനകത്ത് നടന്നത് തുടങ്ങിയ കുറച്ച് തിയററ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിക്കലായ കുറച്ച് ഡിബേറ്റുകളും ഡിസ്കഷൻസും ആണ് ഇതിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് നമ്മുടെ ഡിസിപ്ലിനകത്ത് ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഇതിന്റെ ഓരോ തീമിലേക്ക് പോകാൻ. ഡൽഹി എന്ന സിറ്റി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഡെക്കാനിലെ സിറ്റീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ഈ ഒരു പീരീഡിനകത്ത് ഈ ഒരു റീജിയനിലുള്ള സിറ്റികളെ കുറിച്ചുള്ള സ്റ്റഡീസ് പൊതുവെ ഉണ്ടായിരുന്നത് എന്ന അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മളിന്ന് പറയുന്നത്. ബ്രോഡർ ആയിട്ടുള്ള ഒരു സോഷ്യോ എക്കണോമിക് ഫോർമേഷന്റെ, ട്രാൻസ്ഫോർമേഷന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് സിറ്റി എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൽ ഉണ്ടാവുന്ന സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങൾ നമുക്ക് സിറ്റിയിലൂടെ കാണാൻ കഴിയും. അപ്പോൾ ഒരു അർബൻ സെന്റർ എന്നുള്ളത് ഓരോ കാലങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. 10 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 100 കൊല്ലം മുന്നേ ഉള്ള ഒരു സിറ്റി അതേപോലെ ആയിരിക്കില്ല ഇപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഓരോ കാലങ്ങൾ കൊണ്ട് അതിന്റെ മീനിങ്സ്, അതിന്റെ ഫംഗ്ഷൻ, ഒരു സിറ്റി തന്നെ ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു മിലിറ്ററി സെന്റർ ആയിട്ടായിരിക്കും സിറ്റി ഉണ്ടാവുക. പിന്നീട് മിലിറ്ററി ഒക്കെ അവസാനിച്ചതിന് ശേഷം അത് വേറൊരു ഫോമിലേക്ക് മാറുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സിറ്റി എന്നുള്ളത് ഒരു ഡൈനാമിക് ആണ്, ചേഞ്ചിങ് ആണ്, ഇവോൾവിംഗ് ആണ് എന്നൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റുകൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ മീനിങ്സ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോഡർ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ രൂപമായിട്ട്, മൈക്രോകോസം ഇതിനെ കാണുന്നുണ്ട്. സിറ്റീസ് അതുപോലെ തന്നെ മെഡീവൽ പീരീഡിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ് മെഡീവൽ സിറ്റിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷനിലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി യൂറോപ്പിൽ ഉണ്ടായിരുന്ന മെഡീവൽ സിറ്റികൾ എങ്ങനെയൊക്കെയായിരുന്നു, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഹിസ്റ്റോറിയൻസിന്റെ, ഫിലോസഫേഴ്സിന്റെ അഭിപ്രായങ്ങൾ എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യമായിട്ട് വെബറിനെ പറയുന്നു. വെബർ സോഷ്യോളജിയുടെ ഫൗണ്ടർ ആയിട്ടൊക്കെയാണ്, പിതാവായിട്ടൊക്കെ കൺസിഡർ ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് മാക്സ് വെബർ. മാക്സ് വെബർ പറയുന്നത് അതൊരു സെന്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു മെഡീവൽ സിറ്റീസ്. മെഡീവൽ സിറ്റീസ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഫ്യൂഡലിസത്തെ കുറിച്ച് ഓർക്കണം. ഫ്യൂഡലിസം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് മെഡീവൽ യൂറോപ്പ്. അപ്പോ മെഡീവൽ യൂറോപ്പിലെ ഫ്യൂഡലിസം എന്നത് ഒരു സെന്റർ ഓഫ് പ്രൊഡക്ഷൻ ആണോ എന്ന് വലിയ ഡിബേറ്റ് ഉണ്ട്. പക്ഷെ വെബറുടെ അഭിപ്രായത്തിൽ അത് സെന്റർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ ഓട്ടോണമി, സ്വയം അധികാരമുള്ള കേന്ദ്രങ്ങളായിരുന്നു സിറ്റീസ്. അപ്പൊ സിറ്റീസ് ഇറ്റ് സെൽഫ് സ്വയം അധികാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഗ്രോത്തിനുള്ള നല്ല ചാൻസസ് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ സ്വയം അധികാരമുള്ള, ഗ്രോത്തിന് ചാൻസസ് ഉള്ള, അതുപോലെ തന്നെ റാഷണാലിറ്റിയുടെ, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിന് വളരാൻ, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകക്രമത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥ. മുതലാളിത്ത വ്യവസ്ഥ വളരാനുണ്ടായത് മെഡീവൽ സിറ്റിയുടെ ഈ ഓട്ടോണമിയും അതുപോലെ തന്നെ അതിന്റെ എക്കണോമിക് ആയിട്ടുണ്ടായിരുന്ന അതിന്റെ പവറൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെയാണ് ക്യാപിറ്റലിസം വളർന്നു വന്നത് എന്നാണ് മാക്സ് വെബർ പറയുന്നത്. അപ്പൊ അതില് പറയുന്നത് എന്താ വെച്ചാല് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറലി ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ, അതിന് പ്രൊഡ്യൂസേഴ്സിന്റെയും ട്രേഡേഴ്സിന്റെയും ഇൻട്രസ്റ്റിന് പ്രിയോറിറ്റി ഉണ്ട്. അതായത് ഒരു സിറ്റിയിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ അത് കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഇവരാണല്ലോ കൊമേഴ്സ് നടത്തുന്നത്. അല്ലാതെ റൂളേഴ്സ് ആവില്ല കൊമേഴ്സ് ചെയ്യുന്നുണ്ടാവുക. രാജാവ് എന്ന് ഇറങ്ങിയിട്ട് ഡേ ടു ഡേ ബിസിനസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ഇൻട്രസ്റ്റിന് പരിഗണന ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റി ആയിരുന്നു, അങ്ങനെയുള്ള സെന്ററുകളായിരുന്നു മെഡീവൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സിറ്റീസ് എന്നാണ് വെബർ പറയുന്നത്. വെബർ പറയുന്നതല്ല എല്ലാവരും പറയുന്നത്. അപ്പോൾ അവര് ഈ പ്രൊഡ്യൂസേഴ്സും ട്രേഡേഴ്സും ഒക്കെ ഫ്യൂഡൽ അതോറിറ്റീസിന്റെ കൺട്രോളിൽ നിന്നും മോചനം നേടുകയും അങ്ങനെ അവര്
പവർ, അധികാരം അവരുടെ കയ്യിലായിരുന്നു മെഡീവൽ ടൗണുകളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് മെഡീവൽ സിറ്റീസ് എമേർജ് ചെയ്ത് വരുന്നത്. ആ സിറ്റീസിൽ നിന്നാണ് പിന്നീട് ക്യാപിറ്റലിസം ഉണ്ടായി വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ഐഡിയൽ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. സിറ്റിയുടെ ഐഡിയൽ ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സിറ്റിക്ക് ഒരു ഫോർട്ടിഫിക്കേഷൻ വേണം, അതുപോലെ തന്നെ സിറ്റിനകത്ത് ഒരു മാർക്കറ്റ് വേണം, അതുപോലെ തന്നെ അവിടെ സെൽഫ് ഗവേണിംഗ് കോർട്ട് വേണം. സിറ്റി എന്നത് രാജാവ് കൺട്രോൾ ചെയ്ത് രാജാവിന്റെ കൺട്രോളിൽ നിൽക്കേണ്ടതല്ല. സിറ്റിയുടേതായ രീതിയിലുള്ള അവിടെ നിയമങ്ങളും കോടതികളും കാര്യങ്ങളും വേണം. ഒരു പാർഷ്യലി എങ്കിലും ഓട്ടോണമസ് ആയ ലോ വേണം, നിയമങ്ങൾ വേണം, സ്വയം അധികാരം വേണം എന്നൊക്കെയാണ് മാക്സ് വെബർ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റികൾ ആയതുകൊണ്ടാണ് ആ സിറ്റികൾ അങ്ങനെ വളർന്നു വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മെഡിവൽ സിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ. അതുപോലെ തന്നെ ബർഗർ അസോസിയേഷൻ, ഈ ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന അപ്പർ ക്ലാസ് സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്, അവിടുത്തെ റിച്ച് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവരുടെ അസോസിയേഷൻസ് വേണം. ഈ അസോസിയേഷൻസിന് ഓട്ടോണമി വേണം. നമ്മളിന്ന് പലതരത്തിലുള്ള അസോസിയേഷൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു അസോസിയേഷൻ ആയിട്ട് കാണേണ്ട. പൊതുവെ സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവർക്ക് ഓട്ടോണമി വേണം, ഇവർ വേണം സിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇവിടെ ഇതിൽ പറയാത്ത വെബർ മെൻഷൻ ചെയ്യാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്യൂഡൽ ലോഡ്സ് ഉണ്ട്, ഇവരല്ല ഈ പറഞ്ഞ സിറ്റിയെ വളർത്തിയത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഫ്യൂഡൽ ലോഡ്സ്, അതുപോലെ തന്നെ കിങ്, ക്ലർജി, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പ് മെഡീവൽ യൂറോപ്പിലുണ്ട്. മെഡീവൽ യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സിറ്റിയും ട്രേഡും മാത്രം ആലോചിക്കരുത്. ഇങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ഇവരല്ല സിറ്റിയെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സിറ്റിയെ ഗ്രോ ചെയ്യാൻ സഹായിച്ചത്. അപ്പോ ട്രേഡേഴ്സും പ്രൊഡ്യൂസേഴ്സും ആണ്, അവർ ഓട്ടോണമസ് ആയിരുന്നു. അങ്ങനെയാണ് സിറ്റി വളർന്നു വന്നത് എന്നാണ് വെബർ പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട അടുത്തൊരു വ്യക്തിയാണ് ഹെൻറി പിറന്നെ. പിറന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സിറ്റീസും ലോങ് ഡിസ്റ്റൻസ് ട്രേഡും ആണ് ചേഞ്ച് ഉണ്ടാക്കിയത്. എന്ത് ചേഞ്ചാണ് ഉണ്ടാക്കിയത്? ഫ്യൂഡലിസത്തിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സിറ്റീസും ലോങ് ഡിസ്റ്റൻസ് ട്രേഡും ആണ്. ഫ്യൂഡലിസം നിങ്ങൾക്കറിയാം, ഒരു ഫ്യൂഡൽ ലോഡിന്റെ കീഴിൽ ഒരുപാട് എന്താ പറയാ നൂറുകണക്കിന് വില്ലേജുകൾ ഉണ്ടാവും. ആ വില്ലേജിനകത്തൊക്കെ ഒരു വ്യത്യസ്തമായ കൃഷി സ്ഥലങ്ങളും അത് കൃഷി ചെയ്യാൻ ആളുകളും, അവർക്ക് പലതരത്തിലുള്ള ബോണ്ടേജ് ഉണ്ട്. സോഷ്യോ എക്കണോമിക് ബോണ്ടുകൾ ഈ ലോഡും ടെനൻസും അല്ലെങ്കിൽ ലോഡും സെർഫ്സും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നത് ട്രേഡിലൂടെയാണ്. അത് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡിലൂടെയാണെന്ന് ഹെൻറി പിറന്നെ പറയുന്നത്. അപ്പോൾ ഈ ട്രേഡ് നടക്കുന്നത് ഈ വില്ലേജിലാവില്ല. പ്രധാനമായിട്ടും വലിയ ട്രേഡുകൾ നടക്കുന്നത് സിറ്റികളാണ്. അപ്പൊ സിറ്റി വളർന്നു വരുന്നതോടുകൂടിയാണ് ഫ്യൂഡലിസം തകരുന്നത്, ഫ്യൂഡലിസം ഷിഫ്റ്റ് ഉണ്ടാകുന്നതെന്നാണ് ഹെൻറി പിറന്നെ പറയുന്നത്. പിറന്നെ പലതരത്തിലുള്ള ടൗണുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മളതിന്റെ രണ്ട് ടൈപ്പ് ടൗണുകളെ കുറിച്ച്, ലീജ് ടൈപ്പ് ടൗണുകളുണ്ട്, ഫ്ലെമിഷ് ടൈപ്പ് ടൗണുകളുണ്ട്. ലീജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ലീജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ബെൽജിയത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന അതിന്റെ പ്രത്യേകത ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഹെഡ് ആയിട്ടുള്ള ടൗണിനെയാണ് അദ്ദേഹം ലീജ് ടൈപ്പ് ടൗണുകൾ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ ഫ്ലെമിഷ് എന്നുള്ളത് ഒരു കൊമേഴ്ഷ്യൽ സെന്റർ ആയിട്ടുള്ള ഇതിനെയാണ് ഫ്ലെമിഷ് ടൈപ്പ് ടൗണുകൾ എന്ന് അദ്ദേഹം വിളിച്ചത്. ഇനി അതുപോലെ തന്നെ ഈ ടൗണും ഈ ഒരു മെഡീവൽ യൂറോപ്പുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത രണ്ട് വ്യക്തികളാണ് മോറിസ് ടോബും പോൾ സീസിയും. ഇവർ രണ്ടുപേരും തമ്മിൽ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടൗണുകൾ എമേർജ് ചെയ്ത് വരുന്നത്, ഫ്യൂഡലിസത്തിന്റെ എൻഡിനെ കുറിച്ചും ടൗണിന്റെ എമർജൻസിനെ കുറിച്ചാണ് പറയുന്നത്. മോറിസ് ടോബ് പറയുന്നത് വിത്തിൻ ഫ്യൂഡലിസം ആണ് ഈ ടൗണുകൾ വളർന്നു വന്നതെന്നാണ് പറയുന്നത്. പക്ഷെ പോൾ സീസി പറയുന്നത് അങ്ങനെയല്ല, ഔട്ട്സൈഡ് ഫ്യൂഡലിസത്തിന്റെ പുറത്തു നിന്നാണ് ടൗണുകൾ ഉണ്ടായി വരുന്നതെന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചറലി ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിന്റെ തന്നെ ഭാഗമായിട്ടാണോ ടൗണുകൾ ഉണ്ടായി വരുന്നത്, അതാണോ അതല്ലേ എന്നുള്ള വലിയൊരു ഡിബേറ്റ് ആണ്. അതിന്റെ ഒരു സമ്മറി മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. മെഡീവൽ യൂറോപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മൾ മാക്സ് വെബറിനെ പറഞ്ഞു, അതുപോലെ തന്നെ ഹെൻറി പിറന്നെ പറഞ്ഞു, മോറിസ് ടോബും പോൾ സീസും തമ്മിലുള്ള ഡിബേറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു വ്യക്തിയാണ് ബ്രോഡൽ, ഫെർഡിനാൻഡ് ബ്രോഡൽ. ബ്രോഡൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. ബ്രോഡൽ ടൗണുകളെ കുറിച്ചും ട്രേഡിനെ കുറിച്ചും മെഡിറ്ററേനിയൻ തീരത്തുണ്ടായിരുന്ന യൂറോപ്യൻ സിറ്റികളെ കുറിച്ചൊക്കെയാണ് ബ്രോഡൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, റിസർച്ച് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ടൗണുകളെ 3 ടൗണുകളായിട്ട് പറയുന്നുണ്ട്: ഓപ്പൺ ടൗൺസ്, ക്ലോസ്ഡ് ടൗൺസ്, സബ്ജക്ട് ടൗൺസ്. ഓപ്പൺ ടൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഷ്യൻ ടൗണുകളൊക്കെ അങ്ങനെ അഗ്രേറിയൻ കണക്റ്റഡ് ആയിട്ടുള്ള, തൊട്ടപ്പുറത്തുള്ള അഗ്രികൾച്ചറൽ ലാൻഡുകളോ ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ള അങ്ങനത്തെ രീതിയിലുള്ള പഴയ കാലത്ത് ഉണ്ടായിരുന്ന ടൈപ്പ് ടൗണുകളെയാണ് ഓപ്പൺ ടൗണുകൾ വിളിച്ചിരുന്നത്. ക്ലോസ്ഡ് ടൗണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഗ്രേറിയൻ ലാൻഡിനായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതല്ല, ഓട്ടോണമസും സെൽഫ് സഫിഷ്യന്റും ആയിട്ടുള്ള മെഡീവൽ സിറ്റീസിനെ അദ്ദേഹം ക്ലോസ്ഡ് ടൗണുകൾ പറയുന്നത്. ക്ലോസ്ഡ് എന്നുള്ള നെഗറ്റീവ് മീനിങ്ങിലും വേണ്ട, അത് ക്ലോസ് ആയി കഴിഞ്ഞാലും ടൗൺ ആയിട്ട് നിലനിൽക്കും. അതായത് ടൗണിന് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് എന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത്. അടഞ്ഞ വളർച്ചയില്ലാത്തതെന്ന് മനസ്സിലാക്കേണ്ട. ക്ലോസ്ഡ് ടൗൺസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യന്റ് ആയ ഓട്ടോണമസ് ആയ ഇതിനെയാണ് അദ്ദേഹം ക്ലോസ്ഡ് ടൗൺസ് എന്ന് വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ട് ടൗൺ. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കീഴിലുള്ള ടൗണുകൾ, അതായത് രാജാവിന്റെ ഒക്കെ കൺട്രോളിൽ ഉണ്ടായ അവരുടെ പാറ്റർനേജ് കൊണ്ടും അവരുടെ ഇതുകൊണ്ടും നിലനിന്ന് പോകുന്ന ടൗണുകൾ. അങ്ങനെ പലതരത്തിലുള്ള ടൗണുകളുണ്ട്. പിന്നെ ഉദാഹരണമായിട്ട് പാരീസ് എന്നുള്ളത് ബോബോൺ, ഫ്രഞ്ച് ബോബോൺ ഡൈനാസ്റ്റിന്റെ കീഴിലുള്ള അവരുടെ ഒരു സബ്ജക്ട് ടൗൺ ആണ്. അതേപോലെ തന്നെ ഫ്ലോറൻസ് എന്നുള്ള മെഡിസീസിന്റെ
ഇറ്റാലിയൻ റൂളേഴ്സിന്റെ ഒക്കെ കൺട്രോൾ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് സബ്ജക്ട് ടൗണിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. എബ്രോഡിൽ പറയുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതായത് ടൗൺ എങ്ങനെയാണ് റൂറൽ ഏരിയയിൽ നിന്നും ഡിഫറന്റ് ആയത് എന്നതിൽ അദ്ദേഹം പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ ആണ്. റൂറൽ ഏരിയയിൽ പറയുമ്പോൾ ലേബർ ചെയ്യുന്ന ഒരാൾ തന്നെ 2-3 ലേബറുകൾ ചെയ്യുന്നുണ്ടാവും. അയാൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ബ്ലാക്ക് സ്മിത്തിന്റെ പണിയെടുത്ത് കലപ്പ റെഡിയാക്കും. പിന്നീട് അത് അയാൾ തന്നെ എന്ത് ചെയ്യും, കൃഷി ചെയ്യും. അയാൾ തന്നെ അത് ഹാർവെസ്റ്റ് എടുത്തിട്ട് അത് ചിലപ്പോൾ മെതിച്ച് അത് ഒരു പൊടിയാക്കി മാറ്റി പത്തിരിയാക്കി ഉപയോഗിക്കുന്നുണ്ടാവും. പലതരം പണികൾ റൂറൽ ഏരിയയിൽ ഒരു വ്യക്തി തന്നെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ടൗണിലേക്ക് വരുമ്പോൾ അത് ഈ ഡിവിഷൻ ഓഫ് ലേബർ പലരും ആയിരിക്കും ചെയ്യുക. ഒരാൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ടൂൾസ് ഒക്കെ ക്രിയേറ്റ് ഉണ്ടാക്കുന്നതും വേറെ ആളായിരിക്കും. അത് കൃഷിയിൽ നിന്നും കിട്ടിയ പ്രൊഡക്റ്റിനെ പ്രോസസ് ചെയ്ത് അടുത്ത പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന വേറെ ആളുകളായിരിക്കും. അപ്പൊ ലേബറിന്റെ ഡിവിഷൻ ആണ് സിറ്റിയുടെ പ്രത്യേകത എന്നാണ് ബ്രോദിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് ഫംഗ്ഷൻസ് ടൗണിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. പ്രത്യേകിച്ചും ലാർജർ ടൗണിൽ. കാരണം ചെറിയ ടൗണിലും വില്ലേജിലൊന്നും ഇതിന് മാത്രമുള്ള മാൻ പവർ ഉണ്ടാവില്ല. അതായത് പൊളിറ്റിക്കൽ, റിലീജിയസ്, എക്കണോമിക് ഫംഗ്ഷൻസ് എല്ലാം നടക്കാനുള്ള മാൻ പവർ ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാൾ തന്നെയായിരിക്കും പല ഡ്യൂട്ടികൾ ചെയ്യുക. വലിയ ടൗണുകളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ഡിവിഷനും ഈ ഫംഗ്ഷൻസ് ഒക്കെ കൃത്യമായി നടന്നിരുന്നത് എന്നാണ് ബ്രോദയിൽ പറഞ്ഞിരുന്നത്. ഇനി മോഡേൺ ഇൻഡസ്ട്രിയൽ സിറ്റീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെഡീവൽ ടൗണിൽ ഉണ്ടായിരുന്ന ലേബർ എന്നുള്ളത് വലിയ കോംപ്ലക്സ് ലേബർ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്ന അത്രയും ഫങ്ഷൻസ് ഒന്നും ഒരു ടൗണിനകത്ത് അന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സിറ്റീസിന് കൃത്യമായ പ്ലാനിങ്ങോ പോലീസിങ് അല്ലെങ്കിൽ സോണിങ് ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്രത്യേക ആക്ടിവിറ്റീസിനുള്ള സോണിങ് ചെയ്യുക എന്നതിലാണ് സോണിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ ഹെൽത്ത് റെഗുലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡേൺ ഇൻഡസ്ട്രിയൽ സിറ്റീസിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഡിഫറൻസുകൾ ഉണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി റീസെന്റ് സ്കോളർഷിപ്പ് മെഡീവൽ സിറ്റീസിനെ കുറിച്ചും അതിനെ ഒരു കൾച്ചറൽ കൺസ്ട്രക്ഷൻസ് ആയിട്ടുള്ള പുതിയ സ്കോളർഷിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ അവരെങ്ങനെ പറയുന്നത് അർബൻ ഐഡന്റിറ്റീസ് വർ ഷേപ്ഡ് ബൈ കമ്മ്യൂണിറ്റി മൂവ്മെന്റ്സ്, ഇന്ററാക്ഷൻസ് വിത്ത് ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് ദി ഫോർമേഷൻ ഓഫ് പ്ലൂറൽ സൊസൈറ്റീസ്. അപ്പോൾ സിറ്റിക്കകത്ത് വ്യത്യസ്ത കൾച്ചറിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് കൂടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡൈവേഴ്സ് കൾച്ചറിൽപ്പെട്ട ആളുകളുടെ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മൂവ്മെന്റുകളൊക്കെ ചേർന്നിട്ടാണ് ഒരു അർബൻ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്ക് പലതരത്തിലുള്ള ഐഡന്റിറ്റികളുണ്ട്. ഒരാളൊരു റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ടാവും ഒരു വ്യക്തിക്ക്. അതുപോലെ തന്നെ അയാൾക്കൊരു മെയിൽ, ഫീമെയിൽ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡുള്ള ഐഡന്റിറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അയാളുടെ പ്രൊഫഷൻ ബേസ്ഡ് ഐഡന്റിറ്റി ഉണ്ടാവാം. അയാളൊരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാം. ആളുകൾക്ക് പലതരത്തിലുള്ള ഐഡന്റിറ്റീസ് ഉണ്ടാവും. അപ്പൊ അർബൻ ഐഡന്റിറ്റി എന്നത് വ്യത്യസ്തമായ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി എമേർജ് ചെയ്ത് വരുന്ന പ്ലൂറൽ സൊസൈറ്റിയിൽ ലൂടെ ഉണ്ടായി വരുന്ന ഒരു കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഒക്കെ ആയിട്ടാണ് പുതിയ കാലത്തുണ്ടായിരുന്ന സ്കോളർഷിപ്പുകൾ അർബനെ കുറിച്ച്, നഗരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്പേഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിനെ കുറിച്ചുള്ള സ്റ്റഡി. സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വളരെ ലിമിറ്റഡ് ആയ മീനിങ്ങിൽ ഉപയോഗിക്കേണ്ടതില്ല. അപ്പൊ അതില് ഫൂക്കോനെ പോലത്തെ, ഹെൻറി ലെഫെബറിനെ പോലത്തെ, എഡ്വേർഡ് സോജനെ പോലത്തെ ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് അർബൻ സ്പേസ് എന്നുള്ളത് ഒരു ന്യൂട്രൽ ആയ സ്പേസ് അല്ല, അത് ഇന്റൻഷനലി ഇംബ്യൂഡ് വിത്ത് പവർ ആൻഡ് മീനിങ്. അതിനകത്ത് ഒരുപാട് പവറിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളും അതുപോലെ തന്നെ മീനിങ്ങുകളും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിനകത്ത് പവർ സ്ട്രക്ചർ ഉണ്ട്. കാരണം പവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് കൂടുതൽ അതിൽ പ്രിയോറിറ്റീസ് കിട്ടുന്നുണ്ടാവും. ഒരു വലിയ വലിയ ലോങ് ഡിബേറ്റ് ആണ്. അപ്പോൾ ഫൂക്കോ പറയുന്നത് ഒരു ന്യൂട്രൽ ആയ, നമ്മളിങ്ങനെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന അതേ മീനിങ് ആവില്ല, അതിന്റെ ഇന്നർ മീനിങ് ഒരുപാട് ഉണ്ടാകാം എന്നാണ് ഈ ഫുക്കോനെയും ലെഫെബറിനെ പോലത്തെ, എഡ്വേർഡ് സോജനെ പോലത്തെ ആളുകൾ പറയുന്നത്. അവർ പറയുന്നത് സ്പേസ് എന്നുള്ളത് ഹ്യൂമൻ ഇന്റൻഷനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചും ആ മനുഷ്യന്റെ പവർ സ്ട്രക്ചറിനനുസരിച്ച് എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ അധികാരം നേടിയെടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ താല്പര്യങ്ങളെയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അർബൻ സെന്ററിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരാൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് ആ പ്രോപ്പർട്ടിയെ കൺട്രോൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ പവർ ഉണ്ടായിരുന്ന ആളുകളായിട്ടും ഉള്ള കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമല്ല, അത് അതിൻ്റെ അകത്ത് ഒരുപാട് പവർ ഡൈനാമിക്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്പേഷ്യൽ സ്റ്റഡീസിന്റെ ആളുകൾ പറയുന്നുണ്ട്. സ്പേസ് എന്നുള്ളത് അങ്ങനെ വളരെ ന്യൂട്രൽ അല്ല, ഒരുപാട് മീനിങ്ങുകളുള്ള സാധനം. ഇനി അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫേഴ്സ് അർബൻ സ്പേസിനെ അവരതിനെ കാണുന്നത് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന ബൈനറിക്കകത്ത് നിന്ന്, അല്ലെങ്കിൽ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേക്രഡ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ, പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശുദ്ധമായ ഇതൊന്നും അല്ലാത്ത ജനറലി ഉള്ള സാധനത്തിനാണ് പ്രൊഫൈൻ എന്ന് പറയാം.
അതുപോലെ മെയില്, ഫീമെയിൽ ഇങ്ങനെയുള്ള ഡിവിഷൻസിലൂടെയാണ് ഇത് ഈ അർബൻ സ്പേസിനെ അവര് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇത് ഇങ്ങനെ പബ്ലിക് സ്പേസ് ആണോ, പ്രൈവറ്റ് സ്പേസ് ആണോ, അതല്ലെങ്കിൽ സേക്രഡ് സ്പേസ് ആയിട്ടാണോ ഇതിനെ കാണേണ്ടത്, അല്ല പ്രൊഫൈൻ സേക്രഡ് അല്ലാത്ത സ്പേസ് ആയിട്ടാണോ കാണേണ്ടത്, ഇങ്ങനെയുള്ള കാറ്റഗറിയിലൂടെയാണ് ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫേഴ്സ് ഒരു അർബൻ സ്പേസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് സ്റ്റാൻലി ക്രൂസ് എന്നുള്ള സ്കൂൾസ് എന്നുള്ള വ്യക്തി അദ്ദേഹം പറയുന്നത് അർബനൈസേഷനെ 4 വേരിയബിൾസ് വഴിയാണ് പഠിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് പോപ്പുലേഷൻ വളരുന്നത് അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറയുന്നത്, പോപ്പുലേഷന് കാരണമാകുന്ന മൈഗ്രേഷന്, അതുപോലെ തന്നെ പോപ്പുലേഷനകത്തുള്ള ലിറ്ററസി, ഇതൊക്കെയാണ് ഒരു അർബനൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വേരിയബിൾ ആയിട്ട് അദ്ദേഹം പറയുന്നത്. അടുത്തൊന്ന് സോഷ്യൽ ഓർഗനൈസേഷൻ, ഒക്കുപേഷണൽ സ്ട്രക്ചർ വഴിയുള്ള, അതുപോലെ തന്നെ പവർ ഗ്രൂപ്പുകളുടെ ഒക്കെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സാമൂഹികമായ സംഘടന ഗ്രൂപ്പുകളാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ടെക്നോളജി, എന്ത് ടെക്നോളജിയാണ് അർബൻ സെന്ററിനകത്ത് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള, കമ്മ്യൂണിക്കേഷൻ ഉള്ള, ഇതെല്ലാമാണ് ഒരു അർബൻ സെന്ററിനെ കുറിച്ച്, അർബനൈസേഷനെ കുറിച്ച് പഠിക്കാവുന്ന വേരിയബിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ എൻവയോൺമെന്റ്, അതായത് ആ ഒരു റീജിയൻ എങ്ങനെയാണ് അർബൻ, ഒരുപക്ഷെ നദീതീരത്താവാം, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വേറെയും ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും, പല സിറ്റുവേഷൻസ് ഉണ്ടാവും, ട്രേഡ് റൂട്ടിനകത്താവും ഈ അർബൻ സെന്റർ ഉണ്ടാവും. അപ്പൊ അവരുടെ ജിയോഗ്രഫിക്കലി ഉണ്ടാവുന്ന ഘടനയും ഒരു അർബനൈസേഷനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ജിയോഗ്രഫിക്കൽ കാറ്റഗറി കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള അർബൻ സെന്റേഴ്സിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫേഴ്സ് പറയുന്നതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ സ്റ്റാൻലി സ്കൂൾസിനും ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഈ മെഡീവൽ ഇന്ത്യൻ സിറ്റീസ് എങ്ങനെയുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സിറ്റീസും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസും യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫിലോസഫേഴ്സിന്റെ, ഹിസ്റ്റോറിയൻസിന്റെ, സോഷ്യോളജിസ്റ്റുകളുടെ ആർഗ്യുമെന്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. യൂറോപ്പിന്റെ കേസ് അതേപോലെ തന്നെ അല്ല ഇന്ത്യയുടെ കേസ്. ഇന്ത്യയുടെ കേസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ്. ഇന്ത്യയിൽ ഫ്യൂഡലിസം ഇല്ല, ഇന്ത്യയിലുള്ളതിനെ ഫ്യൂഡലിസം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ഇന്ത്യയിൽ ഫ്യൂഡലിസം ഉണ്ട്, യൂറോപ്പിലുള്ള ഫ്യൂഡലിസം പോലെ അല്ല എന്നേ ഉള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള ഡിബേറ്റുകളുണ്ട്. അപ്പൊ യൂറോപ്പും ഇന്ത്യയും അങ്ങനെ സിമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ അല്ല. അപ്പൊ ഇന്ത്യയെ കുറിച്ച് നമ്മൾ വേറെ തന്നെ പറയണം. അപ്പൊ മെഡീവൽ ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ചുള്ള പെർസെപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഹബീബ് എന്ന ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിയൻസ് പറയുന്നത് അർബൻ റവല്യൂഷൻ ഉണ്ടായത് മുഹമ്മദ് ഗോറി ഇന്ത്യ അറ്റാക്ക് ചെയ്തതിനു ശേഷം ആണ് ഉണ്ടായത്. കാരണം ഡിഫറെന്റ് കാസ്റ്റിലും ക്ലാസ്സിലും പെട്ടിരുന്ന ആളുകൾക്കൊക്കെ അപ്വാർഡ് മൊബിലിറ്റി കിട്ടി. മുസ്ലിങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നതോടുകൂടി അപ്വാർഡ് മൊബിലിറ്റി കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാം കാരണമായിട്ട്, ഇസ്ലാമിൽ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇസ്ലാം കാരണമായിട്ട് അപ്വാർഡ് മൊബിലിറ്റി കിട്ടി. അങ്ങനെ ആളുകൾക്ക് അപ്വാർഡ് മൊബിലിറ്റി കിട്ടുമ്പോൾ, ആളുകൾക്ക് ഇക്വാലിറ്റി ഫീൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് മുഹമ്മദ് ഹബീബിന്റെ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ആദ്യകാല അലിഗർ ഹിസ്റ്റോറിയൻസിൽപ്പെട്ട ആളാണ്. അതിനുശേഷമാണ് ഇർഫാൻ ഹബീബൊക്കെ വരുന്നത്. അപ്പോൾ സിറ്റി വർക്കേഴ്സിനെതിരെ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഈ പുതിയ മുഹമ്മദ് ഗോറിയുടെ കാലഘട്ടത്തിന് ശേഷം 1200 കൂടി ഇല്ലാതായി മാറി. അതോടുകൂടി അത് ഏകദേശം 500 കൊല്ലത്തിലധികമായി ആളുകൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ അർബനൈസേഷൻ ഇൻ ആൻഷ്യന്റ് ഇന്ത്യ പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഔട്ട്കാസ്റ്റ് പെട്ട ആളുകൾ സിറ്റിക്ക് പുറത്ത് താമസിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്ലമ്മിൽ താമസിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ സാധനങ്ങളൊക്കെ അർബൻ സെന്ററിൽ നിന്ന് ഇല്ലാതായി മാറിയതോടുകൂടി ഒരു അർബൻ റവല്യൂഷൻ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് നമ്മൾ ഇൻവേർട്ടഡ് കോമയിലാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ആണ്. അപ്പോ ഗോറിയൻ തുർക്സ് ഒന്ന് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇർഫാൻ ഹബീബ് ഇതിനെ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ഹബീബ് പറഞ്ഞതിനോട് ഇർഫാൻ ഹബീബ് ഡിസഗ്രി ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന ടെക്നിക്കൽ ഇന്നോവേഷൻസ്, കോയിനേജ്, ലാൻഡ് റവന്യൂ, എലീറ്റ് കൺസെപ്ഷൻ, ഇതൊക്കെയാണ് ടൗണിന്റെ ഗ്രോത്ത് ഉണ്ടായി എന്നതിൽ ഇർഫാൻ ഹബീബും മുഹമ്മദ് ഹബീബും തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല. അതിന് കാരണമായത് ഗോരിയൻ തുർക്സിന്റെ ഐഡിയോളജി, അവർ ഇസ്ലാമിക് ഐഡിയോളജി പ്രകാരം ഡിസ്ക്രിമിനേഷൻസും സാധനങ്ങളും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഇല്ലാതാക്കി എന്നതല്ല, പകരം അവിടെ ടെക്നോളജിയിൽ മാറ്റം ഉണ്ടായി. ഉദാഹരണത്തിന് മേക്കിംഗ് പേപ്പർ ഉണ്ടാക്കുന്ന, ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുന്ന, ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ടെക്നോളജിയിൽ ഉണ്ടായ പുതിയ മാറ്റങ്ങൾ, ചേഞ്ചുകൾ. അതുപോലെ തന്നെ ഗോൾഡും സിൽവറും അവൈലബിൾ ആയി. അതുകൊണ്ട് തന്നെ കുറെ കോയിൻസ് ഉണ്ടാക്കുന്നു. കോയിനുകൾ ഉണ്ടാകുമ്പോൾ ട്രാൻസാക്ഷൻ എളുപ്പമാവും അല്ലെ. ഒരാൾ ബാർട്ടർ സംവിധാനത്തിൽ ഒരു സാധനം കൊടുത്ത് വേറെ സാധനം വാങ്ങുന്നതിനേക്കാൾ എളുപ്പമാണ് ക്യാഷ് കൊടുത്ത് മണി ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ. അപ്പൊ മണി ട്രാൻസാക്ഷൻസ് എളുപ്പമായി ഗോൾഡും സിൽവറിന്റെ ഫ്ലോ കാരണം. അതുപോലെ തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന റൂളിംഗ് എലീറ്റ്സിന് സർപ്ലസ് അവര് അപ്രോപ്രിയേറ്റ് ചെയ്യും. ആ സർപ്ലസ് ഉപയോഗിച്ചുകൊണ്ട് അവര് ടൗണിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി ടൗണിൽ ഒരുപാട് കൊമേഴ്സുകൾ നടക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊരു ലിബറലൈസേഷൻ ഓഫ്
സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റിയിലെ ഏതെങ്കിലും കൂട്ടം ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് അവരെ കാസ്റ്റസിൽ നിന്ന് മോചിപ്പിച്ചത് കൊണ്ടായിരുന്നില്ല, ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അതിന്റെ വേറൊരു ഉദാഹരണമാണ് സ്ലേവറി ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്ലേവ് അല്ലെങ്കിൽ അൺഫ്രീ ലേബർ ഒക്കെ അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ടൗണുകളിൽ. അങ്ങനെ ഒരു മോചിപ്പിക്കൽ ഒന്നുമല്ല നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇർഫാൻ ഹബീബ് പറയുന്നത്. ഇനി ചമ്പകലക്ഷ്മിയിലേക്ക് വരികയാണെങ്കിൽ, ചമ്പകലക്ഷ്മി സൗത്ത് ഇന്ത്യയെ കുറിച്ച് പഠിച്ച വ്യക്തിയാണ്. ചോള പീരീഡിൽ 9 മുതൽ 13 നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സമയത്ത് അവര് ടൗണിന്റെ പല ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ചമ്പലക്ഷ്മി പറയുന്നത് മെർക്കന്റൈൽ ടൗണുകളുണ്ട്, റോയൽ ടൗണുകളുണ്ട്, സെറിമോണിയൽ ടൗണുകളുണ്ട്. മെർക്കന്റൈൽ എന്ന് പറഞ്ഞാൽ കച്ചവട വിഷാർത്ഥമുണ്ടായ കച്ചവടത്തിന് പ്രാധാന്യമുള്ള ടൗണുകൾ. റോയൽ ടൗണുകൾ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കീഴിലുണ്ടാകുന്ന, രാജാവിന്റെ തലസ്ഥാനമുള്ള അദ്ദേഹത്തിന്റെ കൊട്ടാരമുള്ള സ്ഥലങ്ങളെയാണ് റോയൽ ടൗണുകൾ എന്ന് പറയുന്നത്. സെറിമോണിയൽ റിലീജിയസ് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകുന്ന ടൗണുകൾ, അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികളൊക്കെ ഉണ്ടാകുന്ന, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ടൗണുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിലിറ്ററൈസ്ഡ് ടൗണുകൾ, വിജയനഗര പീരീഡിനകത്ത് മിലിറ്ററി ബേസ് ചെയ്തിട്ടുണ്ട്, മിലിറ്ററി സെന്റർ ഒക്കെ ആയിരുന്ന ടൗണുകളുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രേഡുകൾ തിരിച്ചു വരുന്നു. വലിയ ദീർഘദൂര ട്രേഡുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരൊക്കെ വരുന്നു. അങ്ങനെയുള്ള ടൗണുകൾ എമർജ് ചെയ്ത് വരുന്നു. ഗിൽഡ് ഓർഗനൈസേഷൻ, ഗിൽഡ് എന്ന് പറഞ്ഞാൽ കച്ചവട കൂട്ടായ്മക്കാണ് ഗിൽഡ് എന്ന് പറയാം. ഗിൽഡിന്റെ ഓർഗനൈസേഷൻ കാരണമായിട്ടും അതുപോലെ തന്നെ ടൗണുകൾ ഉണ്ടാവുന്നുണ്ട്. ടെമ്പിൾ സെൻട്രിക് എക്കണോമി ഉണ്ടാവുന്നുണ്ട്. ടെമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള, ടെമ്പിളിന്റെ കയ്യിൽ ഒരുപാട് ലാൻഡ് ഉണ്ടാവുന്നു. ആ ലാൻഡിനെ അവർ കൃഷി ചെയ്യാൻ വേണ്ടി കർഷകർക്ക് കൊടുക്കുന്നു. അപ്പോൾ ടെമ്പിൾ വെറും ഒരു പ്രാർത്ഥനാ കേന്ദ്രമായിട്ടല്ലാതെ ടെമ്പിൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയും ടൗണിനെ എമർജ് ചെയ്യാൻ കാരണമാകുന്ന സ്ഥലമായിട്ട് മാറുന്നു. അപ്പോൾ ടെമ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ടൗണുകൾ ഉണ്ടാവുന്നു. ഇപ്പോൾ തഞ്ചാവൂര് ഒരു ടെമ്പിൾ ഒരു സെന്റർ ആയിട്ടുണ്ടാവുന്ന ഒരു അർബൻ ഘടനയാണത്. അവിടെ നിയർ ബൈ ആയിട്ടുള്ള എലീറ്റ്സ്, ആർട്ടിസൻസ്, സർവീസ് ക്ലാസ്സുകളൊക്കെ അതിന്റെ തഞ്ചാവൂരിന്റെ ഔട്ടർ റിങ്സിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അർബൻ സ്ട്രക്ചർ ഉണ്ടായിരുന്ന ഉദാഹരണമായിട്ടാണ് തഞ്ചാവൂരിനെ പറയുന്നത്. അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് ടൗണുകൾ ഉണ്ടായിരുന്ന വിജയനഗര നായക്സിന്റെ കീഴിലൊക്കെ. ഇതൊക്കെ റിലീജിയസ് സെന്ററിൽ നിന്ന് ഡിസ്റ്റിങ്സ് ആയ ഒരു സാധനമാണ് വിജയനഗര നായക്സിന്റെ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അർബൻ സെന്റേഴ്സ് സൗത്ത് ഇന്ത്യയിലെ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ഹിസ്റ്റോറിയൻസ് ടൗൺ ആൻഡ് കൺട്രി സൈഡ് ബൈനറി, ടൗണും കൺട്രി സൈഡും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഹിസ്റ്റോറിയൻസ് ഉണ്ട്. നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിയാണ് പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പോൾ KM അഷ്റഫ്, HK നഖ്വി, WH മോർലാൻഡ്, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ ഇങ്ങനെ ഇതിന്റെ തമ്മിലുണ്ടായിരുന്ന ബൈനറിയെ കുറിച്ച്, ഡിഫറൻസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് ലിങ്കേജുകളെ കുറിച്ച്, മേജർ ടൗണുകൾക്കിടയിൽ ഉണ്ടായിരുന്ന എക്കണോമിക് ലിങ്കേജുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെഡീവൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, അതായത് റൂറൽ ഏരിയയിൽ നിന്നും കൺട്രി സൈഡിൽ നിന്നും ടൗണുമായി തമ്മിലുണ്ടായിരുന്ന എക്കണോമിക് ലിങ്കേജുകളെ കുറിച്ചും ഇതിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഏരിയയും അതുപോലെ തന്നെ അർബൻ സെന്റേഴ്സും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, ഡിസ്പാരിറ്റികൾ, ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ചും ഈ സെറ്റ് ഓഫ് പറയുന്ന ആളുകളുടെ ഹിസ്റ്ററികളൊക്കെ അത് കടന്നു വരുന്നുണ്ട്. ഇനി അർബൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്കോളേഴ്സിനെ കൂടി പറയുന്നു. നമ്മൾ ഷെറിൻ മുസവി, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, നമ്മൾ ഇർഫാൻ ഹബീബിനെ പറഞ്ഞു, മുഹമ്മദ് ഹബീബിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഷെറിൻ മുസവിനെ പറയണം. അവര് അലിഗർ ഹിസ്റ്റോറിയൻസിൽപ്പെട്ട ഒരാളാണ് ഷെറിൻ മുസവി. മാനുഫാക്ചറിങ് ടൗണുകളെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ്. അവര് ആയിനാക്ക് പരിയിലുണ്ടായിരുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് അർബനൈസേഷനെ കുറിച്ച് അളക്കാൻ, എത്രമാത്രം അർബനൈസേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അർബനൈസേഷനിൽ പറയുമ്പോൾ ഗുജറാത്തിലാണ് ഹയസ്റ്റ് അർബൻ ടാക്സേഷൻസ് ഉണ്ടായിരുന്നത്, 18.65%. ടോട്ടൽ ജമയുടെ കളക്ഷൻസിന്റെ 18.65 സാധനം അർബൻ ടാക്സേഷൻ ഏറ്റവും ഹയസ്റ്റ് ഉണ്ടായിരുന്നു ഗുജറാത്തിലായിരുന്നു. അപ്പോൾ ഇവരെ എടുക്കുന്നത് ആയിനാക്ക് പരിയിൽ നിന്നാണ്. അപ്പൊ അവര് എങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് ടൗണിൽ എങ്ങനെയാണ് ആളുകൾ ഉണ്ടായിരുന്നത്, അവിടുത്തെ എക്കണോമിക് ഹിസ്റ്റോറിയനാണ് ഷെറിൻ മുസവി. ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അർബനൈസേഷനെ കുറിച്ച് പഠിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് നടത്തിയ വ്യക്തിയാണ് ഷെറിൻ മുസവി. സ്റ്റീഫൻ ബ്ലേക്ക് അതേസമയം നേരത്തെ പറഞ്ഞത് മാനുഫാക്ചറിങ് ടൗണുകളെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ, സ്റ്റീഫൻ ബ്ലേക്കിന്റെ സ്റ്റഡി നടക്കുന്നത് സോവറിൻ സിറ്റി, ഒരു പരമാധികാരമുള്ള ഒരു രാജാവിന്റെ ഒരു സിറ്റി. ഇപ്പൊ ഷാജഹാനാബാദ്, ഡൽഹിയിലുള്ള ഷാജഹാനാബാദിനെ കുറിച്ച്, അതിന്റെ സ്പേസ് എങ്ങനെയാണ്, ഒരു സ്പേസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഉദാഹരണത്തിന് റെഡ് ഫോർട്ട് നിൽക്കുന്നതും റെഡ് ഫോർട്ടിന്റെ പരിസരത്തായി ജമാ മസ്ജിദ് ഉള്ളതും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട് അല്ലെ. ചാന്ദിനി ചൗക്ക് പോലുള്ള മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്പേസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, ഒരു ഇമ്പീരിയൽ പവറിനെ, ഒരു അധികാരത്തെ എങ്ങനെയാണ് സ്പേസ് എക്സ്പ്രസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് സ്റ്റീഫൻ ബ്ലേക്ക് പറയുന്നത്. അത് സിറ്റി എന്നുള്ളത് രാജാവിന്റെ ഹൗസ് ഹോൾഡിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്. രാജാവിന്റെ ഹൗസ് ഹോൾഡർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റിലാണ് അദ്ദേഹം ഉള്ളത്.
ഇനി സതീഷ് ചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർബൻ കൾച്ചർ എന്നുള്ളത് നൊബിലിറ്റി ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ്. നോബിൾസ് ആണ് അർബൻ സെന്റേഴ്സിലുള്ള പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ. അപ്പൊ അവര് ഉപയോഗിക്കുകയും അവര് കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് സിറ്റികൾ ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. 18th സെഞ്ചുറി അർബൻ സെന്റേഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്ന നൊബിലിറ്റിയുടെ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഫാക്ഷണൽ കോൺഫ്ലിക്റ്റുകൾ, ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ ഈ അർബൻ സെന്റേഴ്സിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സതീഷ് ചന്ദ്ര പറയുന്നത്. ഇനി ഹിന്ദു ബംഗ് പറയുന്നത് അവര് പോർട്ട് ടൗണിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് പ്രധാനമായിട്ട് ഹിന്ദു ബംഗ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അവര് എന്തൊക്കെ മെത്തഡോളജിക്കൽ ഇഷ്യൂസ് ആണ് ഒരു അർബണൈസേഷൻ പ്രോസസ് ഇൻ പോർട്ട് ടൗണിലുള്ള അർബണൈസേഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത്, കൺസെപ്ച്വൽ ആൻഡ് മെത്തഡോളജിക്കൽ ഇഷ്യൂസിന് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് ഹിന്ദു ബംഗ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫറെന്റ് ഹിസ്റ്റോറിയൻസും ഡിഫറെന്റ് സ്കോളേഴ്സും അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇനി വേറെയും രണ്ട് മൂന്ന് ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് പറയുന്നു. കെ എസ് മാത്യു ആൻഡ് അഫ്സൽ അഹമ്മദ് എന്ന രണ്ട് ഹിസ്റ്റോറിയൻസ്. ഇവർ പോർച്ചുഗീസ് കൊച്ചിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസ് കൊച്ചിൻ എങ്ങനെയാണ് ഒരു മുനിസിപ്പൽ സിസ്റ്റം ആയിട്ട് ഒരു സിറ്റി എങ്ങനെയാണ് പോർച്ചുഗീസുകാരുടെ കീഴിലുള്ള ഒരു കൊച്ചിൻ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അവിടെ ഉണ്ടായിരുന്ന സ്പേസ് ട്രേഡ്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കെ എസ് മാത്യു ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അരസരത്നം അനിരുദ്ധ റോയും ഇതുപോലെ തന്നെ ഒരു പോർച്ചുഗീസ് ടൗണായി ഉണ്ടായിരുന്ന മസൂലിപ്പട്ടണത്തെ കുറിച്ചും ക്യാമ്പയിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അവരെങ്ങനെയാണ് ഫ്ലറിഷിംഗ് ട്രേഡ് ഹബ്ബുകൾ പിന്നീട് ഡിക്ലൈൻ ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള ഇൻലാൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, യൂറോപ്യൻ ഡിസ്റപ്ഷൻസ് എന്തൊക്കെയാണ്, യൂറോപ്യൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻസിന്റെ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അർബൻ സെന്ററിനകത്ത് ബാങ്കിങ്ങിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ അനിരുദ്ധ റായ് അനിശ്ചിതത്വം എന്ന സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്, സ്കോളേഴ്സ് ആദ്യം ടൗണിന്റെ ഷേപ്പും ടൗൺ എങ്ങനെ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിന്റെ വാല്യൂസ് ആൻഡ് ഫങ്ഷൻസ് ടൗണിന്റെ ഡിസ്ക്രിപ്ഷൻസിൽ നിന്ന് മാറിയിട്ട് അതിന്റെ വാല്യൂ എന്താണ്, ഒരു ടൗൺ എന്ത് തരത്തിലുള്ള മൂല്യങ്ങളാണ് ആ ടൗണിനുള്ളത്, അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ടൗണിനകത്ത് ഈ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഉണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ ട്രേഡ് നടന്നിരുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് പുതിയ ഡിബേറ്റുകളും പുതിയ ഡിസ്കഷൻസ് ഉണ്ടാവുന്നത്. അപ്പോ ടൗൺ അതിന്റെ ടൗൺ പല റോളുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൗൺ വളരെ ഡൈനാമിക് ആണെന്നുള്ളത്. അതിന്റെ റോളുകൾ, അല്ലെങ്കിൽ ആദ്യം ഒരു മിലിറ്ററി സെന്റർ ആയിരുന്നത് പിന്നീട് ഒരു റോയൽ സെന്റർ ആയി മാറുന്നു. അത് പിന്നീട് റോയൽ തകരുമ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ സെന്റർ ആയി മാറുന്നു. അങ്ങനെയുള്ള അതിന്റെ റോളുകൾ ചേഞ്ച് ആവുന്നത് പൊളിറ്റിക്കൽ പവറിൽ അധികാരം ഉണ്ടാകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആഗ്ര ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ലോധി ഡൈനാസ്റ്റിന്റെ കാലഘട്ടം മുതൽ അക്ബറിന്റെ കാലഘട്ടം വരെ ആഗ്ര ഒരു ക്യാപിറ്റൽ കേന്ദ്രമായിരുന്നു. ഡൽഹി സൽത്തനറ്റിന്റെ അവസാന കാലഘട്ടം മുതൽ അക്ബറിന്റെ കാലഘട്ടം കഴിയുന്നവരെ. ഷാജഹാന്റെ കാലഘട്ടം മുതൽ അത് ഡൽഹിയിലേക്ക് മാറുമ്പോൾ അപ്പൊ അത് ആഗ്ര എന്നുള്ളത് ഒരു ക്യാപിറ്റൽ നിന്നും ഒരു കൊമേഴ്ഷ്യൽ ഹബിലേക്കായി മാറുന്നു. അതുപോലെ തന്നെ റിലീജിയസ് സെന്റേഴ്സ്, ബനാറസ് അത് പിന്നീട് ഒരു ഫിനാൻഷ്യൽ സെന്റർ ആയിട്ട് മാറുന്നു. ട്രേഡ് ടൗൺ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ പല കാരണങ്ങളാൽ ആണ് എന്ത് ചെയ്യുന്നത്, അർബൻ സെന്റേഴ്സിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ലാസ്റ്റ് പാർട്ടിനകത്ത് പറയുന്നത് ഗോവ കൊളോണിയൽ വെൽത്ത് കാരണമായിട്ടാണ്, കൊളോണിയൽ പവർ കാരണമായിട്ടാണ് ട്രേഡ് ടൗൺ ആയി മാറിയത്. പക്ഷെ പോർച്ചുഗീസുകാർക്ക് പവർ നഷ്ടപ്പെടുന്നതോടുകൂടി ഗോവന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അപ്പോൾ അർബൻ ലേയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റിനെയും കൂടി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പവറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഗോവയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഗോവന്റെ നഗരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോവയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൂടിയാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ള. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.